എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡി ആൻഡ് ഓഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓക്സിഡൈസിംഗ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓക്സിഡൈസിംഗ് റിയാക്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ രണ്ട് ഓക്സിഡൈസിംഗ് റിയാക്ഷൻസ് ആണ് ഇൻ ബേസിക് മീഡിയം. ഓക്കെ, അപ്പോൾ ബേസിക് മീഡിയത്തിൽ നമുക്ക് രണ്ട് ഓക്സിഡൈസിംഗ് റിയാക്ഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ നോക്കുക നിങ്ങൾ എല്ലാവരും, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ രണ്ട് ഓക്സിഡൈസിംഗ് റിയാക്ഷൻസ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ഗുഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ്? കാരണം ബേസിക് മീഡിയത്തിൽ എന്താ ചെയ്യുന്നത്, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്? റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഗുഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അയോഡൈഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു? അയോഡേറ്റ് ആക്കി മാറ്റുന്നു അല്ലെ. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ തയോസൾഫേറ്റിനെ എന്താക്കി ഓക്സിഡൈസ് ചെയ്യുന്നു? സൾഫേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് റിയാക്ഷൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അയോഡൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയോഡൈഡ് I മൈനസ് അല്ലെ. അപ്പോൾ അയോഡൈഡ് എന്ന് പറഞ്ഞാൽ I മൈനസ് ആണ്. ഈ അയോഡൈഡിനെ എന്താക്കിയാ മാറ്റുന്നത്? അയോഡേറ്റ് ആക്കിയാ മാറ്റുന്നത്. അയോഡേറ്റ് എന്ന് പറഞ്ഞാൽ IO3 മൈനസ് ആണ്. അയോഡേറ്റ് എന്ന് പറഞ്ഞാൽ IO3 മൈനസ് ആണ്. ഇനി ഇവിടെ നോക്കുക, തയോസൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? S2O3 2 മൈനസിനെയാണ് നമ്മൾ തയോസൾഫേറ്റ് എന്ന് വിളിക്കുന്നത്. S2O3 2 മൈനസ്, അതാണ് തയോസൾഫേറ്റ്. അപ്പോൾ തയോസൾഫേറ്റിനെ എന്താക്കിയാ മാറ്റുന്നത്? സൾഫേറ്റ്. SO4 2 മൈനസ് ആക്കിയാണ് മാറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ I മൈനസിനെ എന്താക്കി മാറ്റുന്നു? IO3 മൈനസ് ആക്കി മാറ്റുന്നു. അയോഡൈഡിനെ എന്താ? അയോഡേറ്റ് ആക്കി മാറ്റുന്നു. അതേപോലെ തന്നെ തയോസൾഫേറ്റിനെ സൾഫേറ്റ് ആക്കി മാറ്റുന്നു. ഈ രണ്ട് റിയാക്ഷൻസ് നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, അതിനു മുൻപ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ബേസിക് മീഡിയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയണം. ഓക്കെ, അതായത് നമുക്ക് MnO4 മൈനസ് എന്ന് ഞാൻ കൊടുക്കുന്നത് കേട്ടോ, പെർമാംഗനേറ്റ് അയോൺ. ഓക്കെ, അപ്പൊ പെർമാംഗനേറ്റ് അയോണ് ബേസിക് മീഡിയത്തിൽ എന്താ സംഭവിക്കുന്നത്? ബേസിക് മീഡിയത്തിൽ MnO4 മൈനസ് MnO2 ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? Mn നോക്കുക, MnO4 മൈനസിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? X വെച്ച് നോക്കിയാൽ മതി. മാംഗനീസിന് X എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ X പ്ലസ് -2 × 4 അല്ലെ. അപ്പൊ -8 ഈക്വൽ ടു -1. അപ്പോൾ X ഈക്വൽ ടു -1 പ്ലസ് 8. അപ്പൊ X ഈക്വൽ ടു എന്താണ്? +7 ആണ്. അപ്പോൾ മാംഗനീസ് MnO4 മൈനസിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +7 ആണ്. +7 ആണ്. ഓക്കെ, ഇനി MnO2 ആയിട്ടാണ് മാറുന്നത്. ബേസിക് മീഡിയത്തില് MnO4 മൈനസ് MnO2 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? അത് +4 ആണ്. എന്തായിട്ടാണ് മാറുന്നത്? +4 ആണ്. അപ്പോൾ അവിടെ +7ൽ നിന്ന് +4 ആയിട്ടാണ് മാറുന്നത്. അതായത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താണ്? ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഓരോ റിയാക്ഷൻസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയോഡൈഡിനെ അയോഡേറ്റ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ I മൈനസ്, ഓക്കെ, I മൈനസിനെ എന്താക്കിയാ മാറ്റുന്നത്? IO3 മൈനസ് ആക്കിയാണ് മാറ്റുന്നത്. ഓക്കെ, പെർമാംഗനേറ്റ് അയോൺ എന്തായിട്ടാണ് മാറുന്നത്? ബേസിക് മീഡിയത്തിൽ MnO2 ആയിട്ടാണ് മാറുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോൾ MnO4 മൈനസ് എന്തായിട്ടാണ് മാറുന്നത്? MnO2 ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്സിഡേഷൻ നമ്പർ നോക്കണം നമുക്ക് അല്ലെ. ഇത് ഇവിടെ എന്താണ്? +7 ആണ്. ഇവിടെ എന്താണ്? +4 ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അയോഡിന്റെ നോക്കണം നമുക്ക്. ഇവിടെ അയോഡിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരുന്നു? -1 ആണ്. ഓക്കെ, അയോഡേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് അയോഡിന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? X എന്ന് കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ IO3 മൈനസ് അല്ലെ, X എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? X പ്ലസ് മൈനസ് is equal to -1, that is X is equal to +5. അപ്പൊ എന്താണ്? ഇവിടെ അയോഡിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? അത് +5 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുക നിങ്ങൾ. അതായത് ഇവിടെയുള്ള ഡിഫറൻസ് നോക്കുക എത്രത്തോളം ഉണ്ടെന്ന്. നമുക്ക് താഴെ നോക്കാം. +7 +4 ആയിട്ട് മാറി അല്ലെ. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരുന്നു? വലുതെന്ന് ചേർത്ത് കുറച്ചാൽ മതി, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, 7
ഇവിടെ +7 എന്തായിട്ടാണ് മാറുന്നത്? +4 ആയിട്ടാണ് മാറുന്നത് അല്ലെ? അപ്പോൾ അവിടെ എത്രയാണ് ഉണ്ടാവുക ഡിഫറൻസ്? 3 അല്ലേ? ഓക്കെ. ഇനി ഇവിടെ -1 +5 ആയിട്ടാണ് മാറുന്നത്. എന്ത് ചെയ്താൽ മതി? എത്ര ഡിഫറൻസ് എത്ര വരിക? 6 അല്ലേ വരിക? ഓക്കെ. അപ്പോൾ നോക്കുക 6 ആണ് വരിക. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ചുരുക്കാം. അതായത് ഇതും നോക്കുന്ന സമയത്ത് ഇത് 1ഉം ഇതെന്താ 2 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 1 കൊണ്ട് ഈ മുകളിലത്തെ ഇക്വേഷനും ഈ 2 കൊണ്ട് താഴെയുള്ള ഇക്വേഷൻ നമ്മൾ ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഓക്കെ. ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച്, റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച്. ഓക്കെ. നമ്മൾ ഓൾറെഡി പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓക്സിഡൈസിങ് റിയാക്ഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ബേസിക് മീഡിയത്തിൽ ആയതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ലാസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഇനി നേരെ ഇവിടെ ഒരു വര വരഞ്ഞു കൊടുക്കാം. ഓക്കെ. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ ഒരുമിച്ച്, റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ ഒരുമിച്ച് എഴുതി കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നോക്കുക 1 × I മൈനസ് അല്ലെ, അത് I മൈനസ് തന്നെയല്ലേ വരുള്ളൂ. ഓക്കെ. I മൈനസ് പ്ലസ് ലെഫ്റ്റ് സൈഡിൽ ഇനി ആരാ ഉള്ളത്? Mn/4 അല്ലേ? ഓക്കെ. 2 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. Mn 2Mn/4 മൈനസ് 2Mn/4 മൈനസ്. അപ്പൊ ലെഫ്റ്റിലുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലുള്ള ആൾക്കാരാണ്. ഓക്കെ. അപ്പൊ നോക്കുക 1 × IO3 മൈനസ്, IO3 മൈനസ് തന്നെ വരും. IO3 മൈനസ് പ്ലസ് എന്താണ്? 2MnO2. ഓക്കെ. ഇനി ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ. അപ്പൊ അസിഡിക് മീഡിയം ബേസിക് മീഡിയം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിലാണ് ചെറിയ വ്യത്യാസം വരുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് അസിഡിക് മീഡിയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓക്സിജന്റെ എണ്ണം നോക്കുക. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 8 ഓക്സിജൻ ഉണ്ട് അല്ലേ? ലെഫ്റ്റ് സൈഡിൽ 8 ഓക്സിജൻ ഉണ്ട്. ആൻഡ് റൈറ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉള്ളത്. അപ്പൊ ലെഫ്റ്റിൽ 8ഉം റൈറ്റിൽ എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇനി നമുക്ക് എത്ര ഓക്സിജൻ കൂടി വേണം? റൈറ്റ് സൈഡിൽ 1 ഓക്സിജൻ കൂടി വേണം അല്ലെ? അപ്പൊ എത്ര ഓക്സിജൻ വേണോ അത്രയും വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ 1H2O. ഓക്കെ. അപ്പൊ H2O ആഡ് ചെയ്തപ്പോ അവിടെ എന്തായിട്ടുണ്ട്? ഈ റൈറ്റ് സൈഡിൽ ഹൈഡ്രജന്റെ എണ്ണം എത്രയായി മാറി? 2 ആയിട്ട് മാറി. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഇല്ല. ഇനി നമുക്ക് എത്ര ഹൈഡ്രജൻ വേണം? ലെഫ്റ്റ് സൈഡിൽ ഒട്ടുമില്ല. സോ നമുക്ക് 2 ഹൈഡ്രജൻ വേണം അല്ലെ? എത്ര ഹൈഡ്രജൻ വേണമോ അത്രയും വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ അത്രയും H+ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബേസിക് മീഡിയത്തിൽ ആയതുകൊണ്ട് എത്രയാണോ നമുക്ക് ഹൈഡ്രജൻ വേണ്ടത് അത്രയും H2O നമ്മൾ ലെഫ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രയാണ് വേണ്ടത്? 2H2O. കഴിഞ്ഞോ? ഇല്ല. ഇവിടെ എത്ര H2O ആഡ് ചെയ്തോ അത്രയും OH- നമ്മൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 2H2O അല്ലേ നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ ആഡ് ചെയ്ത് കൊടുക്കണം? 2OH-. ഓക്കെ. കഴിഞ്ഞു. ഇത്ര വരെ നമുക്ക് എഴുതാം. ഓക്കെ. ഇനി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതാം. എങ്ങനെ? ഇവിടെ 2 H2O, ഇവിടെ എന്താണ്? 1 H2O. ഓക്കെ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. നോക്കുക I മൈനസ് പ്ലസ് 2Mn/4 മൈനസ് പ്ലസ് 1 H2O അല്ലെ? H2O gives എന്താണ്? IO3 മൈനസ് പ്ലസ് 2MnO2 പ്ലസ് എന്താണ്? 2OH മൈനസ്. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ. വളരെ സിമ്പിൾ ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൾഫേറ്റ് ആയിട്ട് മാറുന്നതും ഇതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത നോക്കുക. സൾഫേറ്റ് ആയിട്ട് മാറുന്നില്ലേ? ഓക്കെ. അപ്പോൾ S2O3 2 മൈനസ് gives എന്താണ്? SO4 2 മൈനസ്. ഓക്കെ. അപ്പൊ പെർമാംഗനേറ്റ് അയോൺ എന്താ സംഭവിക്കുന്നത്? MnO4 മൈനസ് gives എന്താണ്? MnO2. ഓക്കെ. ഇനി നോക്കാം മക്കളെ. അതായത് ഇവിടെ 2 സൾഫർ ഉണ്ട്, ഇവിടെ 1 സൾഫർ മാത്രമേ ഉള്ളൂ. ബാലൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബാലൻസ് ചെയ്തിരിക്കണം. അപ്പൊ 2SO4 2 മൈനസ് എന്നാ വരിക. ബാലൻസ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ. ഇനി നോക്കുക. ഇവിടെ +7 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ എന്താണ്? +4 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇനി ഇവിടെ സൾഫറിന്റെ നോക്കാം. നമുക്ക് സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് നോക്കാം. S2O3 2 മൈനസ് അല്ലേ? നോക്കാം നമുക്ക്. S2O3 2 മൈനസ് അല്ലേ? ഇവിടെ x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2x പ്ലസ് -6 ഈക്വൽ ടു എന്താ? -2 ആണ്. x
2x ഈക്വൽ ടു എന്താണ് വരിക? +4 ആ വരിക. x is equal to എന്താ വരിക? 2 ആ വരിക. +2 ആ വരിക. x is equal to +2 ആ വരിക. അപ്പൊ ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആണ്. അപ്പോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര സൾഫർ ഉണ്ട്? ഒരു സൾഫറിന്റെ ആണ് +2. ഇവിടെ എത്ര സൾഫർ ഉണ്ട്? 2 സൾഫർ ഉണ്ട്. അതുകൊണ്ട് തന്നെ +4 എന്നാണ് നമ്മൾ പറയുക. ടോട്ടൽ നോക്കണം കേട്ടോ. ഓക്കെ, +4 ആണ് പറയുക. ഇനി ഇവിടെ നോക്കുക നിങ്ങൾ, SO4 2 സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? അത് +6 ആ. +6 ആ വരിക. +6. ഓക്കെ, അപ്പൊ അവിടെ എത്ര സൾഫർ ഉണ്ട്? ഒരു സൾഫറിന്റെ ആണ് +6. 2 സൾഫർ ആണെങ്കിൽ എത്രയാണ്? +12. അപ്പോ ഇവിടെ ഡിഫറൻസ് നിങ്ങൾ നോക്കണേ. എന്താണ്? +4ഉം +12ഉം ആണ് വരിക. അപ്പൊ ഡിഫറൻസ് നോക്കുക. +4ഉം +12ഉം എത്രയാ ഡിഫറൻസ് വരുന്നത്? അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരുന്നു? 8 അല്ലേ? ഓക്കെ, 8. ഇവിടെ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി നമുക്കിത് ചുരുക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ക്രോസ് ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക? ഇൻറ്റു ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ റൈറ്റ് സൈഡ്. ഓക്കെ, ഇനി നോക്കുക. 3s2o3 2 മൈനസ് 3s2o3 2 മൈനസ് ഓക്കെ 8MnO4 മൈനസ് 8MnO4 മൈനസ് ഗിവ്സ് ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലല്ലേ? ഓക്കെ, നോക്കുക. 3 × 2 ദാറ്റ് ഇസ് 6 അല്ലെ? ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്. നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6SO4 2 മൈനസ് പ്ലസ് എന്താണ്? 8MnO2. ഓക്കെ, കഴിഞ്ഞല്ലോ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ നോക്കി. കറക്റ്റ് ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്സിജന്റെ എണ്ണം നോക്കുക നമുക്ക്. ഇവിടെ നോക്കുക നിങ്ങൾ. ഇവിടെ ടോട്ടൽ ഓക്സിജന്റെ എണ്ണം എത്രയാണ് വരിക? ടോട്ടൽ ഓക്സിജന്റെ എണ്ണം 41 ആണ് വരിക കേട്ടോ. 41 ഓക്സിജൻ. ആൻഡ് റൈറ്റ് സൈഡിലോ? റൈറ്റ് സൈഡിൽ എത്ര വരിക? 6 × 4 and 8 × 2 ദാറ്റ് ഇസ് 40. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 41 ഓക്സിജനും റൈറ്റ് സൈഡിൽ 40 ഓക്സിജനും ആണുള്ളത്. ഇനി നമുക്ക് എത്ര ഓക്സിജൻ കൂടി വേണം? റൈറ്റ് സൈഡിൽ ഒരു ഓക്സിജൻ കൂടി വേണം. അതുകൊണ്ട് നമ്മൾ എത്ര H2 ആഡ് ചെയ്ത് കൊടുക്കണം? ഒരു H2 ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് H2O, നമ്മൾ ഒരു H2 ആഡ് ചെയ്ത് കൊടുത്തു. ഒരു H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജനായി? അവിടെ 2 ഹൈഡ്രജനായി. 2 ഹൈഡ്രജൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 2 ഹൈഡ്രജൻ ആയതുകൊണ്ട് 2 H2O നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 2H2O. ഓക്കെ, 2 H2O ആഡ് ചെയ്തത് കൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ 2OH മൈനസ് ആഡ് ചെയ്ത് കൊടുക്കണം. 2OH മൈനസ്. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ റിയാക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു H2O ആൻഡ് ഒരു H2O. ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3s2o3 2 മൈനസ് പ്ലസ് 8MnO4 മൈനസ് പ്ലസ് H2O gives എന്താണ്? 6SO4 2 മൈനസ് പ്ലസ് 8MnO2 പ്ലസ് എന്താണ്? 2OH മൈനസ്. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ 2 ഓക്സിഡൈസിങ് റിയാക്ഷൻസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു. നിങ്ങൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ബേസിക് മീഡിയത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അയോഡൈഡിനെ എന്താക്കി മാറ്റുന്നു? അയോഡൈറ്റ് ആക്കി മാറ്റുന്നു എന്നും പിന്നെന്താ തയോസൾഫേറ്റിനെ സൾഫേറ്റ് ആക്കി മാറ്റുന്നു എന്നും പഠിച്ചാൽ മതി. ഓക്കെ, ഈ സ്റ്റെപ്പൊക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, സോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.